രാവിലെ 4:30 എല്ലാവരും അടിച്ചപ്പോഴാണ് ഓർത്തത് 5:30 ട്രെയിനിന് എറണാകുളം വരെ പോകുന്നത്. ചടപട ഒരു കാക്കുകുളിയൊക്കെ കഴിഞ്ഞിട്ട് റെഡി ആയി ഡ്രസ്സൊക്കെ. മാത്രമല്ല എന്റെ കൂടെ അപ്പുറത്തെ ഉണ്ണിയാണ്. അവനെ പോയി പിക്ക് ചെയ്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ തന്നെ 5:39 ട്രെയിൻ വന്നിട്ടുണ്ട്. വേറെ നമ്മുടെ മെമു തന്നെ പഞ്ച്വാലിറ്റിയുടെ കാര്യത്തിൽ മെമു കഴിഞ്ഞേ ഉള്ളൂ. ഇതെങ്ങനെയാ മെമു ആകുന്നതെന്ന് ചോദിച്ചാൽ ഇത് മെമു ആണ്. അടുത്ത മെമു അല്ല മോനെ, ഇപ്പൊ കറക്റ്റ് ഒരു എക്സ്പ്രസ് മൂഡ് കോച്ച് ഒക്കെപ്പാടെ മാറിയിട്ടുണ്ട്. ടിക്കറ്റ് ഒന്നും കൂടിയിട്ടില്ല. എങ്ങനെ ടു എറണാകുളം ആകെപ്പാട് 25 രൂപയുള്ള ടിക്കറ്റ്. നല്ല ഉറക്ക ക്ഷീണമുണ്ട്. ഞാനും കിടന്നുറങ്ങി. പുറത്തോട്ട് നോക്കിയപ്പോൾ നമ്മുടെ ഉണ്ണി കിടന്നുറങ്ങുന്നുണ്ട്. നല്ല പഞ്ച്വാലിറ്റി എന്ന് പറഞ്ഞത് ഇതാണ്. 8:10 റീച്ചിങ് ടൈം പറഞ്ഞിട്ട് 8:07 എത്തിയിട്ടുണ്ട്. ഈ കിടക്കുന്നതാണ് നമ്മൾ വന്ന ബസ് മാതിരിയുള്ള ബോഗിയൊക്കെ മാറിയിട്ട് ഇപ്പൊ പക്ക സാധനം. ഈ കിടക്കുന്നതാണ് JRC കാരുടെ സ്വന്തം. ഇതിലെ 2 ബോഗി മാത്രമേ അറിയല്ല കാര്യം തന്നെ. ഇതിലേക്ക് സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് എമർജൻസി മെഡിസിൻ റിലീഫ് എന്ന എഴുതിയേക്കുന്നതാണ്. ഈ കാണുന്നതാണ് 2015 കഴിഞ്ഞിട്ട് വംശാംശം വരാത്ത അതിനൊക്കെ കിടക്കുന്നത്. ഇപ്പൊ ആങ്ങളെ കണ്ടപ്പോഴത്തേന് ഒരു കല്ലെറിഞ്ഞ് പറപ്പിക്കാതെ ഒരു സമാധാനമില്ല. ഇപ്പിയാട്ടിന്റെ ഈ ഒരു സംഭവം കണ്ടപ്പോഴും നമ്മുടെ സ്ഥലം എത്താറായെന്ന് മനസ്സിലായി. നമ്മൾ പോകുന്നത് വേറെ എവിടേക്കോ അല്ല, നമ്മുടെ ഫൈൻ ആർട്സ് ഹാളിലേക്ക്. ഞാൻ പഠിച്ച ഓയിൽ ആൻഡ് ഗ്യാസ് കോഴ്സിന്റെ കോൺവൊക്കേഷൻ. അങ്ങനെ നമുക്കൊരു കറുത്ത കോട്ടും തലവെക്കണ സാധനവും പിന്നെ ആണെങ്കിൽ ഒരു ചുമല സ്ക്രാഫ്. കോൺവൊക്കേഷൻ വരുന്നവരൊക്കെ ഇങ്ങനെ ആരെയാന്ന് പറഞ്ഞാൽ അത്രാണി കൊട്ടുന്ന ഈ വെയിലത്താണെങ്കിൽ ഇറക്കി നിർത്തിയല്ലേ. അത്രയ്ക്ക് വെയിലൊന്നും ഇല്ല, എന്നാലും ഈ കറുത്ത സാധനമൊക്കെ ഇട്ടിരുന്ന് ഒരുമാതിരി പുഴുങ്ങും. അപ്പൊ ചെയ്യാം ഓരോരോ കീഴ്വഴക്കങ്ങൾ. സമ്മേളനമൊക്കെ തുടങ്ങാനായിട്ട് നമ്മളെ അവിടെ കൊണ്ട് AC ആളാന്ന് പറഞ്ഞിട്ട് AC ഓൺ ആക്കിയത് 1/2 മണിക്കൂർ കഴിഞ്ഞു. അങ്ങനെ പ്രതിജ്ഞ കൊല്ലാനായിട്ട് എഴുന്നേറ്റിരിക്കാൻ പറഞ്ഞു. മൈ കൺട്രിയിൽ നിന്ന് തുടങ്ങുന്നു വിചാരിച്ചപ്പോഴത്തേന് വേറെ എന്തോ വായിക്കൊള്ളാത്ത സാധനമൊക്കെ പറഞ്ഞ് അവർ വരും. കുറെ കഴിഞ്ഞപ്പോഴും നമ്മൾ അവിടെ നിന്ന് നൈസായിട്ട് രവിലെ കവാടൊക്കെ കണ്ടോ. കോട്ട് കോംപ്ലക്സ് അല്ല, ശിവന്റെ അമ്പലം തന്നെയാണ്. അതിന്റെ അകത്തിൽ അമ്പലമൊക്കെ ഉണ്ട്. മഹാരാജാസ് കോളേജ് ആയിട്ട് അവിടുത്തെ പെണ്ണുങ്ങളെ ഒന്നും കാണില്ല എന്ന് പറഞ്ഞാൽ അവനാണെങ്കിൽ ഒരേ സങ്കടം. അപ്പോഴാണ് ഞാനിപ്പോ ക്ലാസ് ഒന്നും ഇല്ലെന്ന് നോക്കുന്നത്. കൂടുതലാണെങ്കിലുള്ള ഓരോരോ കുഴപ്പങ്ങൾ. ചെക്കൻ നല്ല ഉഷാറാണ്. ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് OP ആട് എറണാകുളത്തെ കടലിന്റെ കരയം പിടിച്ച് നടന്ന് ഞങ്ങൾ നേരെ മറൈൻ ഡ്രൈവ്. ഇത്രയും നീറ്റ് ആയിട്ട് കിടക്കുന്ന കണ്ടിട്ട് കാക്കസാർമാർക്ക് ഈഗോ അടിച്ചിട്ടാണ് കൂട്ടമായിട്ട് വന്ന് കഷ്ടിച്ചതുപോലെ ഇരിക്കുന്നുണ്ടല്ലേ മുതലേ ഒന്നും അറിയാത്ത പോലെ. കടലാന്ന് പറഞ്ഞിട്ട് ഉണ്ണി വിശ്വസിക്കുന്നില്ല. ഞാനിവിടെ ഉണ്ടായിരുന്നപ്പോൾ ആദ്യം ഇതുപോലെ തന്നെയായിരുന്നു. ഞാനും വിശ്വസിച്ചില്ല. സാറ് പറഞ്ഞു ഇത് ശരിക്കും കടലാണ്. ഈ കാക്കാനെ കണ്ടില്ലേ, ഈ കാണുന്നതൊക്കെ വീട്ടുകാരെ വിളിച്ച് കാണിക്കും. ഒട്ടേ ലോയൽ മാൻ. അവിടെ കുറച്ചു നേരം തണ്ടി തിരിഞ്ഞിട്ട് നമ്മൾ തിരിച്ചാണെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. 2 മണിയുടെ ശബരിനെ നമുക്ക് പിടിക്കും. 2 മണി എന്ന് പറഞ്ഞിട്ട് 12:30 ആയപ്പോഴാണ് ശബരി വന്നത്. നമ്മുടെ മുഖത്തുള്ള സ്റ്റോപ്പിലെല്ലാം നിർത്തുമെങ്കിലും വന്ദേ ഭാരതിനേക്കാൾ സ്പീഡാണ്. പെർഫെക്റ്റ് ആയിട്ട് ടൈമും മെയിൻറ്റെയിൻ. പ്രൈവറ്റ് ബസ് വല്ല ആയിരുന്നെങ്കിൽ ഇപ്പം കണ്ടക്ടർ വന്നിട്ട് പറഞ്ഞാൽ അങ്ങോട്ട് മാറിയിരിക്കും, അവിടെ ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലം ഉണ്ടല്ലോ മൈൻഡ്. 2:30 ആയപ്പോഴത്തേക്ക് അങ്ങനെ ഒരു ട്രെയിൻ ഇറങ്ങി. നമ്മളാണെങ്കിൽ അമ്പാടി കളിക്കാനായിട്ട് അവന്റെ വീട്ടിലോട്ട്. അവിടെ ചെന്നപ്പോൾ അവന്റെ അമ്മ സ്ക്വാഷ് ഒക്കെ കളിക്കുന്നു. അപ്പോഴാണ് ഒരു ആശ്വാസമായി. വീട്ടിലെ റിസൾട്ട് വന്ന് ജയിച്ചതിന്റെ സന്തോഷത്തിലാണ് ചെക്കൻ. ആ ക്ലോസപ്പ് പുഞ്ചിരിയൊക്കെ കണ്ടില്ലേ. വൈകുന്നേരം ആയപ്പോഴത്തേന് ഒരു നീണ്ട ലിസ്റ്റ് കയ്യിലോട്ട് വന്നിട്ട് അച്ഛൻ പറഞ്ഞു പോയി സാധനം മേടിച്ചു. അങ്ങനെ അനിയനെ കൂട്ടിയിട്ട് അമ്മ വർക്ക് ചെയ്യുന്ന സൂപ്പർ മാർക്കറ്റിലോട്ട് പോയി. ഞാൻ അമ്മ വർക്ക് ചെയ്യുന്ന സൂപ്പർ മാർക്കറ്റ് കുടുംബപരമായിട്ട് എല്ലാവരും കൂടെ ചേർന്ന് അതിനാണ് ചടപടയെന്ന് എടുത്തു. ഇത്രയും സാധനമാണ് എടുത്ത് ഒരു നീണ്ട ബില്ലും കിട്ടി. അതിലാക്കാനും മാത്രം ഉണ്ടെന്ന് അപ്പോഴാണ് ഞാൻ അറിയുന്നത്. രാത്രിയായപ്പോൾ നമ്മുടെ ഫ്രണ്ടിന്റെ അടുക്ക ചെന്നപ്പോഴാണ് ഇവന്റെ ആണെങ്കിൽ ഈ ചേഷ്ടയൊക്കെ കാണും. അവൻ ഇങ്ങോട്ട് വന്നിട്ടില്ല, വീട്ടിൽ നിന്ന് 1 സൈഡ് തയ്ച്ചാണ്. നമ്മൾ വിടുവോ ഈ സാധനത്തിന് കയറിയിരിക്കാൻ വേറെ എങ്ങും കണ്ടില്ല. ആദ്യരാത്രി ആയപ്പോൾ തന്നെ വിശന്നിട്ട് ബിസ്ക്കറ്റ് പാത്രത്തിലൊക്കെ കഴിട്ടു എന്താണ്ടൊക്കെ തടഞ്ഞു. പിടിച്ച് ഞാൻ അതിന്റെ അകത്ത് നിന്ന് ടൈഗർ ക്രഞ്ച് കണ്ടുപിടിച്ചു. അങ്ങനെ അതും തന്നെ വയറിറക്കി ഞാൻ കയറി കിടന്നുറങ്ങി. ഒക്കെ ബൈ, ബാക്കി നാളെ.